2, 1, go. Hello guys, welcome to Nandana's channel. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലോട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവസാനമായിട്ട് പോയി ഒത്തുകൂടി എൻജോയ് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ സ്കൂൾ എന്തായാലും കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ്, കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കട്ടെ ഇതെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഏപ്രിൽ 30 ഞങ്ങളുടെ സ്കൂളിൽ പഴമയുടെ ബാല്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പഴയ കളികളൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് വെക്കേഷൻ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സിനായിട്ട് പോയി. എല്ലാവരും വരുന്നതാണ് വിചാരിച്ചത്, പക്ഷെ ഒരാളും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഗ്യാങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ് ഫ്രണ്ടിൻ്റെ ഫോണിൽ. അപ്പോൾ വെക്കേഷനിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സുകളൊക്കെ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യാണ്. പിന്നെ ഇനി റിസൾട്ട് കഴിഞ്ഞ് എന്തായാലും സ്കൂളിലോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എല്ലാവരും ചോദിക്കും, ആ ബുദ്ധിമുട്ടൊക്കെ ആവും. അപ്പോൾ റിസൾട്ടിൻ്റെ മുമ്പ് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നതാണ് ഞങ്ങൾ. കറക്റ്റായിട്ട് തന്നെ സ്കൂളുകാരിങ്ങനെ ഒരു പരിപാടി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ ഓരോ പഴയ കളികളൊക്കെ എല്ലായിട്ട് ടീച്ചർമാരേനായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കളികളൊക്കെ കളിച്ചു. കുറേ കളികൾ, കള്ളനും പോലീസും പിന്നെ കര കുളം എന്നൊക്കെ പറഞ്ഞ് കുറേ കളികൾ കളിച്ചു, പഴയ കളികൾ. നല്ല രസമുണ്ടായിരുന്നു ടോട്ടൽ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു സ്പേസിൽ ഞങ്ങളുടെ സ്കൂളിലൊരു ട്രീ ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കുറേ നേരം ഇരിക്കാൻ സിസ്റ്റർ പെർമിഷൻ തന്നു. അവസാനമായോണ്ട് അച്ചാർ വാങ്ങിയിട്ട് വരുന്ന ഒരാളുണ്ട് ഇവിടെ. കിട്ടിയോടി അച്ചാർ? എനിക്ക് കിട്ടിയില്ല. നിനക്ക് കിട്ടിയില്ലടി? എനിക്ക് മാത്രം ഇവിടെ അച്ചാറ് കിട്ടിയില്ല ഗൈസ്. എന്നാലും അവർക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? തല്ലുണ്ടാവും. പോവണം, എന്നാലേ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് കിട്ടില്ല, വിട്ടടിച്ചാൽ മാത്രം കിട്ടില്ല ഗൈസ്. നമ്മൾ 3 ഇവിടെ, ബാക്കി 2 അച്ചാറ് വാങ്ങാൻ പോയതാണ്. കിട്ടിയാണോ? വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട്. രണ്ടാളെത്തി ഗൈസ്. അച്ചാറ് വാങ്ങിയിട്ട് ഇവർ വന്നിട്ടുണ്ട്. എനിക്കും അച്ചാറ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ അച്ചാറ് വാങ്ങിയിട്ട് ശ്രേയ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നന്ദുട്ടി ഉണ്ട്. ഇവള് ഫുഡ് ഇപ്പോൾ കഴിച്ച് തുടങ്ങണുള്ളൂ കേട്ടോ ഗൈസ്. ഇത്ര നേരം കഴിക്കൂല പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ അഷ്ടമി. അപ്പോൾ വി ആർ ഹാവിങ് ഫൺ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് നന്ദന ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞുതരും. ഹൊറർ സ്റ്റോറിയുടെ പേര് ഓജാബോൾ. ഇതിൽ തലതിരിഞ്ഞാണ് കാണുന്നത് ഗൈസ്. പക്ഷേ സൂപ്പർ ബുക്കാണ്. പ്രത്യേകം മകിൽപ്പി ധർമ്മത്തിനോട് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. സൂപ്പർ ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നമുക്ക് ഇന്ന് എക്സ്പ്ലനേഷൻ പറയാൻ പോകുന്നത് നന്ദന. ഇവരെല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൂടിയിട്ടുള്ള ലാസ്റ്റത്തെ ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ ഇനി ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. ആദ്യം തന്നെ നമ്മുടെ സ്കൂളിനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് ഏവരെയും ക്ഷണിക്കുകയാണ്. പറയാൻ സൂപ്പർ സ്കൂളാണ്. ടീച്ചേഴ്സാണ്, നല്ല സിസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ എന്താ പറയാ, ഞങ്ങളുടെ സ്വന്തം HM ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് എയർമാൻ. അതെ, ഇന്ന് കുറെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഇന്ന് വന്നുള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു, വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് തന്നെ ഞങ്ങൾക്ക് കീയൊക്കെ തന്നു മുകളിൽ കയറി. ഞാനിപ്പോ മുകളിലാണ് ഇരിക്കുന്നത്. അടി നോക്കിയാൽ ഫുള്ള് സ്കൂള് നല്ല രസത്തിൽ കാണാൻ പറ്റും. പിന്നെ പുതിയതായിട്ട് സ്കൂളിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ മെമ്മറീസ് ഒക്കെ കമന്റ് ഇടുക. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. ഇനി നേരെ വീഡിയോക്ക് പോവാം ഗൈസ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ട്രീ ഹൗസിൻ്റെ മീതെ തന്നെ ഇരുന്ന് ചില്ലടിക്കലായിരുന്നു പണി. HM സിസ്റ്റർ കീയൊക്കെ തന്നുകൊണ്ട് അവസാനമായതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റി. നല്ല വൈബായിരുന്നു. ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് സിസ്റ്റർ. 10A ആണ് ഡിവിഷൻ. ജീസ് എന്നാണ് പേര് സിസ്റ്ററിൻ്റെ. അപ്പം അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ തന്ന സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂൾ വിട്ട് പോവാണ്. വളരെയധികം മിസ്സിങ് ഉണ്ട്. സൂപ്പറായിരുന്നു സ്കൂള്, അടിപൊളി സ്കൂളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന സ്കൂളിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇവിടെയാണ് 9th സ്റ്റാൻഡേർഡൊക്കെ ഉള്ളത്. പിന്നെ ആ നേരെ കാണുന്നത് ബാത്റൂമാണ്. പിന്നെ അവിടെ UP ക്ലാസ്സുകൾ, പിന്നെ ഫ്രണ്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഞങ്ങൾക്ക് ചാമ്പയ്ക്ക പൊട്ടിച്ച് തരലായിരുന്നു മെയിൻ പരിപാടി. ഞങ്ങളങ്ങനെ അവിടുത്തെ ചാമ്പയ്ക്കയും തിന്ന് അങ്ങനെ കുറച്ച് സമയം പോയി. ചാമ്പയ്ക്ക സാധാ ചാമ്പയ്ക്കല്ല, കട്ടിയുള്ള ചാമ്പയ്ക്കാണ്. ഒരു മധുരം ഇത്ര ഇതില്ലാത്ത ചാമ്പയ്ക്കായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങളുടെ പാട്ട് കേൾക്കാം ഗൈസ്.
किस्मत यह मेरे दिल एक कुदरत यह मेरे दिल एक मोहब्बत यह मेरे दिल एक किस्मत यह मेरे दिल എന്നിലെ എല്ലിനാൽ പടച്ച പെണ്ണെ മുക്കത്തെ മണ്ണിനാൽ പിറന്ന പെണ്ണെ എന്നിലെ റൂഹിനാൽ പാകുതിയല്ലേ എന്നിലെ നൂറായി നീ പിറന്നതല്ലേ എന്നിലെ വെളിച്ചവും നീയേ മുത്തായി നീ മിന്നണ മാലയല്ലേ എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാതോതിടും നീയേ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ 3, 2, 1 പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങളിൽ സ്നേഹസുദിനങ്ങളിൽ ഒന്നിച്ചു ചേരാനായി തപസിരുന്നു സയ്യാവേ 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 സയ്യാവേ. A place which shaped thoughts, created beautiful memories and strongest friendships, and built the best out of me. When I think of such a place, school is the first place that comes to my mind. Thank you, LIGHS School, for all love and support. Thank you, headmasters and teachers, with love, me and friends.